തുടരുക. ഇപ്പോൾ അബ്ദുൾ പ്രകാശ് MP ടെലിഫോൺ ലൈനിലുണ്ട്. MP-ക്ക് എന്താണ് മനസ്സിലായത്? 6 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ സർ? ഞാന് അവിടെ സ്ഥലത്തില്ല, ഡൽഹിയിലാണ്. നാളെ നടക്കുന്ന റെയിൽവേയുടെ ഒരു മീറ്റിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഡൽഹിയിൽ എത്തിച്ചേർന്നതാണ്. ഈ വിഷയം ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന കാര്യം എനിക്ക് കാണാൻ കഴിഞ്ഞത് ദൃശ്യമാധ്യമത്തിലൂടെയാണ്. 6 പേരുടെ കൊലപാതകം നടത്തി എന്നാണ് ഒരു ചെറുപ്പക്കാരൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇതിന്റെ കാരണങ്ങൾ എന്നതിനെ കുറിച്ച് നിങ്ങൾ അറിയുന്നത് പോലെയുള്ള കാര്യങ്ങൾ മാത്രമാണ് എനിക്കും ഇപ്പോ അറിയാൻ കഴിയുന്നത്. ഞാൻ എന്റെ അവിടെയുള്ള പാർട്ടി പ്രവർത്തകരുമായി ബന്ധപ്പെട്ടിരുന്നു. അവര് ഗോകുലം മെഡിക്കൽ കോളേജില് പിന്നെ അവര് ഉണ്ട്. അവരവിടെ പോയി കാര്യങ്ങൾ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി പോയിട്ടുണ്ട്. അത്രമാത്രമാണ് ഇപ്പോൾ എനിക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ചെറുപ്പക്കാരന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തയ്യാറായപ്പോ അതിന്റെ പിന്നിലുള്ള കാര്യം സത്യത്തില് മയക്കുമരുന്നിന് അടിമപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണോ ഇത് ചെയ്തത്, അല്ലെങ്കിൽ 6 പേരെയൊക്കെ കൊല ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ എങ്ങനെ കിട്ടി എന്നതിനെ കുറിച്ചൊക്കെ സത്യത്തിൽ അത് അറിയേണ്ട കാര്യമാണ്. അറിയുക മാത്രമല്ല, ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് നിശ്ചയമായും അതിന് വേണ്ട നടപടികൾ തീർച്ചയായിട്ടും ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉണ്ടാകേണ്ടതായിട്ടുള്ളത്. ശരി ശരി അതെ MP അദ്ദേഹം ഡൽഹിയിലാണ്. അദ്ദേഹം വിവരങ്ങൾ ശേഖരിച്ച് വരുന്നതേ ഉള്ളൂ. ശ്രീ ജലീൽ എന്ന ഒരാൾ കൂടി